ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലക്കാടൻ അങ്കക്കലി അതിന്റെ അവസാന ലാപ്പിലാണ്. നാളെ ഒരൊറ്റ ദിവസം കൂടിയാണ് പരസ്യ പ്രചാരണം. നാളെ വൈകിട്ട് പാലക്കാടൻ കോട്ടയെ കീഴടക്കുന്ന ആവേശ കലാശമാണ്. രാഷ്ട്രീയം തിളച്ചുമറിയുന്ന അവസാന മണിക്കൂറുകളിൽ പാലക്കാട് ആരുടെ വാഴ്ച? പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പാലക്കാട്ടേക്ക്. അടർക്കളം. CPM വേണ്ടി ശ്രീമതി കെ ശാന്തകുമാരി MLA അല്പസമയത്തിലെത്തുന്നു. ശ്രീ ജിൻഷാ ജിന്നാസ് കോൺഗ്രസിന് വേണ്ടി, ശ്രീ ഉല്ലാസ് ബാബു BJPക്ക് വേണ്ടി. ഈ പാലക്കാട് കോട്ടമൈതാനിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാട്ടുകാർ വളരെ സജീവമായി സക്രിയമായി സാന്നിധ്യമായുണ്ട്. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ അടർക്കളത്തിലും നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാട്ടുകാർ വളരെ സജീവമായി എത്തിയിട്ടുണ്ട്. ഇക്കുറിയുമുണ്ട്. അവരുടെ സജീവ സാന്നിധ്യം പ്രതീക്ഷിക്കുകയുമാണ്. ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രേക്ഷകരേക്ക് ഒന്ന് പോയാലോ? ആദ്യം ഇങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഒറ്റ ദിവസമേ ബാക്കിയുള്ളൂ. എന്താ പ്രതീക്ഷ? ആരുടെ ചോദ്യം? UDFിൻ്റെ പ്രതിനിധിയോടാണ്. LDF സ്ഥാനാർത്ഥി സഖാവ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിൻ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുകയാണ്. കാരണം ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി വലിച്ചഴിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഷാഫി പറമ്പിൽ PSC പരീക്ഷ ചെയ്തിട്ട് ജോലി കിട്ടി പോയതല്ല, അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ എന്തെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോയതല്ല. BJPയുമായിട്ടുള്ള ഡീനിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജിവെച്ചത്. 4 കോടി ഉറുപ്പ്യ സുരേന്ദ്രൻ ഷാഫി പറമ്പിലിനെ കൊടുത്തിട്ടുണ്ടെന്ന് നിശ്ചയിച്ചിട്ടുമില്ല. ഇത് ഈ പാലക്കാട്ടിലെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട്. 1. 2, ഇവിടെ കരുണാകരൻ്റെ മകൻ മുരളീധരൻ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിന് വേണ്ടി DCC ഐക്യകണ്ഠേന പ്രമേയം തീരുമാനിച്ചു. അതിനെ ഇറക്കത്തി വിട്ടു. കുറുവ സംഘം VD സതീശനും ഷാഫി പറമ്പിലും കൂടെ സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ച് ഇപ്പൊ വ്യാജനായിട്ടുള്ള മാങ്കൂട്ടത്തിൽ കൊണ്ട് നിർത്തി. രാഹുൽ മാങ്കൂട്ടം. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോൾ ഒരു ഡോക്ടറെയാണ് ആവശ്യം. അതെ, ഒരു ഡോക്ടർ ആവശ്യമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഡോക്ടറാണ് വേണ്ടേ? രാഹുൽ മാങ്കൂട്ടം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ഡോക്ടർ വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പിന്നെ ഈ K മുരളീധരനോട് നിങ്ങൾക്ക് ഇത്ര സ്നേഹം എപ്പോഴാണ് തുടങ്ങിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ. അപ്പോൾ ശ്രീ ജിൻഷാ ജിന്നാസ്, ഇവിടെ എന്താണ് അവിടെ സരിൻ 1 അല്ല 10 അല്ല 10,000 വോട്ട് ഭൂരിപക്ഷം ജയിക്കുന്ന ആത്മവിശ്വാസം? ഇവിടുത്തെ CPMൻ്റെ ഏരിയ കമ്മിറ്റി പോലും പറയാത്ത കാര്യവും അദ്ദേഹം പറയണത്. പിന്നെ ഞാൻ എന്തു പറയും ആശ്മി? ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി പോലും സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് അദ്ദേഹം ബാബു പോലെ കോടാലി പോലെ ഇരുന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയാണ് ഷാഫി പറമ്പിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണെന്ന്. ഇത് പറയുന്ന ആൾ തന്നെ പറയാണ് K മുരളീധരനോട് സ്ഥാനാർത്ഥിയാക്കിയില്ലെന്ന്. ഇതിപ്പോ ഏത് നമ്മൾ എടുക്കണം? ഉപതെരഞ്ഞെടുപ്പ് നടത്തിയതാണോ പ്രശ്നം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വേറെ വന്നതാണോ പ്രശ്നം? അല്ല, അവസാന നിമിഷം സന്ദീപ് വാര്യർ വന്നത് ഗുണകരമായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് K സുരേന്ദ്രൻ പറയുന്നത് ഉർവശി ഷാ ഉപകാരമായി എന്ന് പറഞ്ഞാൽ BJPക്കകത്ത് നിന്നിരുന്ന ചില അല്ലറ തർക്കങ്ങളെയൊക്കെ മാറ്റി അവരെ ഏകോപിപ്പിച്ച് അവരെ കൂടുതൽ വർദ്ധിത വീര്യത്തോടെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചു സന്ദീപിന്റെ വരവ് എന്നാണ് പറയുന്നത്, അല്ലെ പോക്ക് എന്നാണ് പറയുന്നത്. സുരേന്ദ്രൻ അല്ലാതെ പിന്നെ എന്ത് പറയും? സുരേന്ദ്രൻ ഇതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സന്ദീപ് വാര്യർ മാൻഡ്രേക്കാണെന്നാണ്. ഞങ്ങളൊന്നും സുരേന്ദ്രന്റെ വാക്കിനെ അത്ര ഗൗനിക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹവും ഗൗനിക്കുന്നില്ല. എന്താണ് കാരണം? ഈ BJPയുടെ പാവപ്പെട്ട പ്രവർത്തകരെ ബീഫ് കഴിച്ചിട്ട് ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞ് പറ്റിച്ച മനുഷ്യൻ. പിന്നെ ശബരിമലയിൽ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ചിട്ട് നിരോധിത പാൻ മസാല ചുണ്ടിന്റെ ഇടയിൽ തിരികെ കയറ്റിയ മനുഷ്യൻ. പിന്നെ കൊടകരയിൽ കുഴൽപ്പണത്ത് കടത്തിയ മനുഷ്യൻ. ഈ മനുഷ്യന് പിന്നെ ഇതല്ലാതെ ഇതിപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചർച്ചയായ സ്ഥിതിക്ക് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട സ്ഥിതിക്ക് എന്തായാലും ഒരു കേഡർ പാർട്ടിയാണല്ലോ BJP. ദേശീയ നേതൃത്വം സുരേന്ദ്രനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന പണിയായിരിക്കും. ഇനിയിപ്പോൾ സുരേന്ദ്രൻ ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. വരും ദിവസങ്ങൾ 23-ാം തീയതി റിസൾട്ട് വന്നിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണം എന്നുകൂടി ഇനി UDFും ഇന്റർനാഷണൽ കോൺഗ്രസും തീരുമാനിക്കും തരത്തിലേക്കായിരിക്കും ഞങ്ങളുടെ പോക്ക്. എന്താ പറ്റുന്നത്? ആ സന്ദീപ് വാര്യർ പോയി, മാത്രമല്ല കൂടുതൽ കൗൺസിലർമാർ വരാനുണ്ടെന്ന് പറയുന്നു. ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ BJP എന്തുകൊണ്ടാണ് ഡേഞ്ചർ സോണിലേക്ക് എത്തി നിൽക്കുന്നത്? BJP പ്രത്യേകിച്ച് ഒരു ഡേഞ്ചർ സോണും ഇല്ല, ഭയങ്കര സേഫ് സോണാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ധാർമ്മിക രാഷ്ട്രീയവുമുണ്ട്, അധികാര രാഷ്ട്രീയവുമുണ്ട്.
ശ്രുതം പോലെ കൈകാര്യം ചെയ്യുമ്പോൾ ധാർമ്മികത രാഷ്ട്രീയത്തിൽ അധികാര രാഷ്ട്രീയം മിക്സ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ശൈലിയുണ്ട്. സ്വാഭാവികമായിട്ട് ചില ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് പൊളിറ്റിക്കലി ഗുണം താല്പര്യം അവർക്കുണ്ടാവും. അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യാസുഖേ പരമസുഖേ ഭാര്യാഗ്രഹേ പരമസുഖേ 8 നാൾ കഴിഞ്ഞാൽ പട്ടിക്ക് സമേ എന്ന് പറയപ്പെടുന്ന പോലെയാണ് ഇവരുടെയൊക്കെ യാത്ര എന്ന് പറയപ്പെടുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണം. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും BJPയുടെയും നിഷ്പക്ഷരുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. നിങ്ങളോട് ഞാൻ കൃത്യമായി ചോദിച്ചോട്ടെ, ഞാനൊരു BJPയുടെ പ്രതിനിധി എന്നുള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ കൂവോ അങ്ങനെ ഇതിൽ അർത്ഥമില്ല. ഞാൻ നിങ്ങളോട് വളരെ ജെന്റിലായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ മനസ്സ് കൈ വെച്ചുകൊണ്ട് പറയണം, ഇത്ര കാലമായി BJPയുടെ ആശയാദർശങ്ങളെ കൃത്യമായി കൊണ്ട് നിങ്ങളെ നഖശിഖാന്തം എതിർത്ത ഒരാൾക്ക് 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ശുദ്ധരായി തോന്നി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ പാലക്കാടിലെ ജനങ്ങൾ? ഈ അടുത്ത കാലത്ത് വരെ BJPയിലേക്ക് കോൺഗ്രസ്സുകാരുടെയും തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ ഒഴുക്കായിരുന്നില്ലേ? അവരും അത്തരത്തിൽ BJP വിമർശിക്കുന്ന ആൾക്കാരല്ലേ? സ്വാഭാവികമായിട്ട് 2 കാര്യം ഞാൻ അവിടെ നേരത്തെ പറഞ്ഞു. ധാർമ്മികമായിട്ടുള്ളതും അധികാരപരമായിട്ടുള്ള 2 രാഷ്ട്രീയ ശൈലികളുണ്ട് കാശ്മീർ. ഇവിടെ ഈ പറയപ്പെടുന്ന മാറ്റം അല്ലെങ്കിൽ ചുവടുമാറ്റം CPIയിലേക്ക് പോയി, CPMലേക്ക് പോയി, ഇവിടേക്ക് പോയി, അവിടേക്ക് പോയി, നടന്ന് എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയപ്പെടുന്നത്? എനിക്ക് കസാര വേണമെന്നുള്ളതാണ്. കസാര തപ്പിയല്ല ഇവരൊക്കെ ഇരിക്കുന്നത് കസാര കിട്ടാത്തതിൻ്റെ പേരിലാണ്. ഇവർക്കൊക്കെ എത്ര പേർക്ക് കസാര കിട്ടിയിട്ടുണ്ട്? എങ്കിലും അവർ ഇന്നും പ്രവർത്തകരായി തുടരുന്നില്ലേ? സ്വാഭാവികമായിട്ട് എൻ്റെ സുഖത്തിനും എൻ്റെ സൗകര്യത്തിനും എൻ്റെ താല്പര്യത്തിനും എൻ്റെ മോഹങ്ങൾക്കും വേണ്ടി നിങ്ങൾ നിന്ന് തന്നില്ലെങ്കിൽ മറ്റത് സ്നേഹക്കടയായി തോന്നും. ഇപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ പാർട്ടിയിൽ സ്നേഹം എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള അംശം ഇദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ സ്നേഹം ഇവർ കൊടുക്കുമെങ്കിൽ അവിടുത്തെ തേനിലാവും അവിടുത്തെ കപ്പലണ്ടി മിഠായും അദ്ദേഹത്തിന് സമൃദ്ധിയായി കൊടുക്കും. ഇദ്ദേഹം പറഞ്ഞത് ദിനം 8 കഴിഞ്ഞാൽ പട്ടിക്ക് സമം. ഇത് KS രാധാകൃഷ്ണനോടും പത്മജ വേണുഗോപാലിനോടും അനിൽ ആന്റണിയോടും താങ്കൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. AP അബ്ദുൽകുട്ടി BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്. AP അബ്ദുൽകുട്ടീനെ ദേശീയ വൈസ് പ്രസിഡന്റ്. അതെ, എനിക്ക് പരിചയമില്ല. അപ്പൊ ദിനം 8 കഴിഞ്ഞാൽ എന്ത് സമാനം അല്ല. ഞങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു? ഞാൻ ഇടപെടുകയല്ല. 2 തരത്തിലാണ് കാശ്മീർ. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന സമയത്ത് ആ പാർട്ടിയുടെ ചിലപ്പോൾ കരുണാകരന്റെ ഒരു യോഗം കണ്ടിട്ടുണ്ട്, DICയുടെ രൂപീകരണവുമായി കൊണ്ട് ഒരു മൈതാനം നിറച്ച ആളുകളുമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ അദ്ദേഹം അതിനെ മാറ്റി. ആ രാഷ്ട്രീയ ശൈലിയും മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മാറിപ്പോകുന്ന ശൈലിയും ഈ ഇന്നലെ നിങ്ങളടക്കം പല കാര്യങ്ങളിലും ഇന്നലെ വിമർശിച്ചത് എന്തുകൊണ്ടായിരുന്നു? പെട്ടെന്നുള്ള ഒരു മാറ്റത്തിൽ നിങ്ങൾക്കും അസ്വാഭാവികത ഉണ്ടായതുകൊണ്ടല്ലേ? രാഷ്ട്രീയത്തിൽ ഞാൻ പാലക്കാടുകാരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതുകൊണ്ടോ സന്ദീപ് കോൺഗ്രസ് BJP വിട്ടതുകൊണ്ടോ പാലക്കാടിന് ഒന്നും ഒരു അടിസ്ഥാന വികസനം ഒന്നും കിട്ടാൻ പോകുന്നില്ല. പാലക്കാടിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഷാനിബും അതേപോലെ സരിനും പോയ സമയത്തും നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇതൊക്കെയായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബഹുമാനനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ്, നിങ്ങൾ ഇപ്പൊ നമുക്ക് നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് കൂടുമാറ്റക്കാരുടെ തട്ടിപ്പ് കച്ചവടമല്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ പാലക്കാടിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ അടക്കമുള്ള. ഒരു സംശയം ഞാൻ അങ്ങ് പറയുമ്പോൾ ഇടപെടില്ല പ്ലീസ്. സ്വാഭാവികമായിട്ട് ഇനി ഒരു ദിവസം ഇവിടത്തെ കൃത്യമായിട്ട് ഈ കൂടി നിന്നവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് അതുകൊണ്ട് ജീവിക്കുന്ന സ്വാഭാവികം. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം, അവരുടെ മക്കൾക്ക് ഒരു അക്കാഡമിക് സിറ്റി വേണം, അവർക്ക് കൃത്യമായ ഒരു തൊഴിലുണ്ടാകണം, അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ പരിഹരിക്കപ്പെടണം. മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് പ്രയാസങ്ങളില്ലാതെ കൃത്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവണം. അതിൽ കണ്ണാടിയും പിരായിരിയും മാത്തൂരും പാലക്കാടും എല്ലാം കൃത്യമായി കൊണ്ട് അവരുടെ ജീവിത മാർഗത്തെ കൈകാര്യം ചെയ്യുന്ന പ്രതിസന്ധികളെ ആണ് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അവസ്ഥയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് SDPI ഹരിതസേന ഏതോ PFI നേതാക്കളെ കാണാൻ പോയി എന്നൊക്കെയാ പറയുന്നത്. അല്ലെ, അവർ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യെങ്കിൽ കെ സുരേന്ദ്രൻ പറയേണ്ടത്. ഞാൻ ചോദിച്ചോട്ടെ,
BJPയുടെ പ്രതിനിധിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഈ വേദിയിൽ വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെയാണല്ലോ അടർക്കളം. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയാദർശങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസനവും ശ്രീ കൃഷ്ണകുമാർ ജയിച്ചു വന്നാൽ എന്തെല്ലാം കേന്ദ്ര പദ്ധതികൾ കൈപ്പിടിച്ച് കൊണ്ടുവരുമെന്നുള്ളതല്ലേ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ പറയുമ്പോൾ സുരേന്ദ്രൻ രാഷ്ട്രീയം പറയണ്ടേ? സുരേന്ദ്രൻ ഇവിടെ പൊതു രാഷ്ട്രീയം പറയണ്ടേ? അവിടെ മതതീവ്രവാദ ശക്തികളുടെ കൂട്ടായ്മകൾ ഇവർ മേടിക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ പറയണ്ടേ? ഇന്നലെ വരെ അവരെ വീട്ടിലേക്കുള്ള വഴി അറിയാം, ഭാര്യ വീട്ടിലേക്കുള്ള വഴി അറിയാം എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് മടിയിലിട്ട് മുലയൂട്ടി കുടിക്കുമ്പോൾ അതാണ് ശരിയെന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? ഒറ്റ മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ് ഒറ്റ കാര്യം. ഇവിടെ ഇദ്ദേഹം പാർട്ടി മാറിയ കേസ് പറയുമ്പോൾ ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ കൂടെ ആളില്ല എന്നൊക്കെ പറയുമ്പോ തല ഇറങ്ങി വീണ സോഡ മേടിച്ചു കൊടുക്കാൻ ആളില്ലാത്ത അനിൽ ആന്റണിയും അതുപോലെ സ്വന്തം BJPയിലേക്ക് പോയ പത്മജ ഗുണപാലിന്റെ ഫേസ്ബുക്കിന്റെ അഡ്മിനെ പോലും കൂടെ പോകാൻ പറ്റാത്ത ആളുകളൊക്കെയാണ് ഇവരുടെ കയ്യിൽ പോയേക്കുന്നത്. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു കാര്യം അറിയാം, സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ BJPയുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്നു. ചാനൽ ചർച്ചയിൽ ഇവർ കത്തിക്കരിഞ്ഞിരുന്നോടത്ത് ഒരു ചെറിയ പച്ച തുരുത്ത് കണ്ടു തുടങ്ങിയത് സന്ദീപ് വന്നതിന് ശേഷമാണ്. ആ സന്ദീപ് വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നേക്കാണ് ഞങ്ങൾ ചേർത്ത്. അല്ല BJPക്ക് പച്ചത്തുരുത്തായത് കോൺഗ്രസിന്റെ നെഞ്ചത്ത് തീർക്കൊണ്ടായിരുന്നു. അപ്പൊ എല്ലാം മറക്കാൻ പറ്റുമോ? സന്ദീപ് പറഞ്ഞ എല്ലാം മറക്കോ? പറഞ്ഞല്ലോ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ വാതിൽ തുറന്നു വരുമോ എന്ന് പറയുമ്പോൾ സന്ദീപ് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? സന്ദീപ് രാഹുൽ ഗാന്ധിയെ പറഞ്ഞു, സന്ദീപ് ആരെയാ പറയാത്തത്? ഗാന്ധിയെ പറഞ്ഞു, കോൺഗ്രസിനെ പറഞ്ഞു. ഞാനും സന്ദീപും ചർച്ചയിൽ വളരെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ജ്യോതികുമാർ ചാമക്കലെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ ഗോൾവാൾക്കറിന്റെ ബെഞ്ച് ഓഫ് തോട്ട്സും RSSന്റെ കഥയും കേട്ട് RSS കാര്യാലയത്തിരിക്കുമ്പോ അതായിരിക്കും പറയുക. അത് വിട്ട് അതിൽ മനം നൊന്ത് അതിൽ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് വരുമ്പോ മനുഷ്യൻ പുതിയൊരു മനുഷ്യനാണ്. ഞങ്ങൾ സന്തോഷത്തോടുകൂടി പട്ടിട്ട് നല്ല തളികയിൽ ചിരിച്ചുകൊണ്ട് തന്നിരിക്കുന്നു. എടുത്തുകൊള്ളുക, സ്നേഹം വാരി വിതറിക്കൊള്ളുക. ബഹുമാനപ്പെട്ട ഉല്ലാസ് അദ്ദേഹത്തിന് പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും അറിയാം, ആഴത്തിൽ പഠിച്ചാണ്. പക്ഷെ ഞാൻ ആഴത്തിൽ പഠിച്ച് പറയുന്നു, പാലക്കാട്ട് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി 58,000 വോട്ട് വാങ്ങും. 58,000 വോട്ട് വാങ്ങും. ആകെ പോളിംഗ് ആവുന്ന 152 LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോകും. BJP സ്ഥാനാർത്ഥി 39,000 വോട്ട് വാങ്ങും. വളരെ ആത്മാർത്ഥമായി ആഴത്തിൽ പഠിച്ചാണ് പറയുന്നത്. അല്ല, അതായത് ഓരോ ബൂത്തിലും ഓരോ പ്രദേശത്തും പോയി ജനങ്ങളെ കണ്ടു. ഞാൻ 20 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വളരെ ആഴത്തിൽ പഠിച്ചാൽ പറയുന്ന ഉല്ലാസ് സാറിന്റെ സന്ദീപിനെ പോലെയാണ് നിങ്ങൾ. സാറിന്റെ വിശ്വാസങ്ങൾ പരിപൂർണമായിട്ട് സാറിന്റെ സ്വന്തം വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും പാലക്കാട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നതും ഞാൻ വിശ്വസിച്ചതും ഞാൻ ജനങ്ങളുമായി സംവദിക്കുമ്പോഴും കിട്ടുന്ന പൾസ് അനുസരിച്ച് സാർ ഞങ്ങൾ ജയിക്കുമെന്നൊരു പൾസ് എനിക്കും വിശ്വാസമുണ്ട്. എത്തും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തും. വെൽക്കം ബാക്ക് പ്രേക്ഷകരെ, അടർക്കളം തുടരുന്നു. അവസാന ദിവസമാണ്, അവസാന ദിവസം നാളെയാണ്. അപ്പോൾ പ്രചരണം അതിന്റെ പരമാവധിയിലേക്ക് ഉയരുന്നു. 3 മുന്നണികളും 3 ക്യാമ്പുകളും അവസാന നിമിഷങ്ങളിലും പരമാവധി വോട്ടുറപ്പിക്കാൻ സജീവമാണ്. ശ്രീമതി കെ ശാന്തകുമാരി, ഇവിടെ തെരഞ്ഞെടുപ്പിന് ആദ്യ ദിവസങ്ങളിൽ ഡോക്ടർ കെ സാറിന് ഇങ്ങോട്ടേക്ക് വരുന്നു. LDF അജണ്ട തീരുമാനിക്കുന്നു. എന്നാൽ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ അജണ്ട സെറ്റേഴ്സ് UDF ആയി മാറിയോ? കോൺഗ്രസ് നേതാക്കളായി മാറിയോ? ഒരിക്കലുമില്ല, ഒരു സംശയമില്ല. പാലക്കാട്ടുകാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഡോക്ടർ സരിന്റെ വരവ് ഒരു തിരമാലയെ പോലെ പാലക്കാട് നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ആർജവത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. സംശയമൊന്നും എന്തിനാ സംശയിക്കണ്ട? എത്ര വോട്ട് അതിപ്പോ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ ജയിക്കും, യാതൊരു സംശയവുമില്ല. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോ ഓരോ ചിരിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് ഇത്ര വോട്ട് ജയിക്കും എന്നതിനെ സംബന്ധിച്ചല്ല ഇവിടെ വിഷയം. ജയിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തും അടങ്ങുന്നത് ഒരു ഇട്ടാവട്ടത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ വികസനവും ഇവിടെ നടപ്പിലാക്കിയുള്ള കഴിഞ്ഞ 13 വർഷക്കാലത്തിൻ്റെ എല്ലാ നേരിട്ടറിയുന്നവരാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖം എനിക്കറിയുന്നില്ല. കാരണം പാലക്കാട്ടുകാരല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഈ പാലക്കാട് മനസ്സിലാക്കിയ ആളുകളാണ്. ഈ പാലക്കാട് അധിവസിക്കുന്നവരാണ്. ഞാൻ ബഹുഭൂരിപക്ഷം എല്ലാവരെയും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് മണ്ഡലം ഇടതുപക്ഷം ജയിച്ചു കയറുമെന്ന യാതൊരു തർക്കവും ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചർച്ചയ്ക്ക് വന്ന ചേച്ചി ഇവിടെയല്ല.
അതെ, ഞാൻ എവിടെയാണെന്ന് അറിയാമോ? ഞാൻ എവിടത്തെയാണെന്ന് അറിയാമോ? അറിയോ ഞാൻ എവിടത്തെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ എവിടത്തെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടെ ഇരിക്കെ. അല്ല അങ്ങനെ പറഞ്ഞു പോണ്ട. പാലക്കാട്ടുകാർ എന്ന് പറഞ്ഞത് ഞാൻ പാലക്കാട് ടൗണിൽ താമസിക്കുന്നവരെന്നല്ല പറഞ്ഞത്. പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ളവർ എന്ന അർത്ഥത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോണ്ട. കൊടുവായൂർ എൽസിന്ന് 5 മെമ്പർമാർ രാജിവെക്കാൻ കാരണം അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നം. താങ്കൾ എന്തിനാണ് ആവശ്യമില്ലാതെ സംസാരിക്കാൻ നിൽക്കുന്നത്? ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹാഷ്മി ഈ MLA അടുത്ത് ഒരു കാര്യം പറയണം. ഇത് പാലക്കാട്ടെ പാൽ സൊസൈറ്റിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ഇത് രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ പല ജില്ലയിലെ പല പാർട്ടിക്കാരും വരും. നിങ്ങൾക്ക് പറയാൻ ആളില്ലെങ്കിൽ അതിന് നിങ്ങൾ കണ്ണീര് പൊഴിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പറയാൻ ആളില്ലെങ്കിൽ നിങ്ങളുടെ എറണാകുളത്തെ സഖാക്കന്മാർ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ കോട്ടയത്തെ സഖാക്കന്മാരുണ്ട്, കാസർഗോഡ് MLA-മാരുണ്ട്. പാലക്കാട് ജില്ലക്കകത്തുള്ള പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പല്ലേ? ഇവിടെ എല്ലാവരും വരും. ഇത് പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പല്ല. ഞാനൊരു MLA ആണ്. ഒരു MLA എന്ന നിലയിൽ പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പാണോ സൊസൈറ്റി തെരഞ്ഞെടുപ്പാണോ എന്ന് ഇവിടെ നിൽക്കുന്ന ആളുകളെ ആക്ഷേപിക്കാൻ MLA-ക്ക് അധികാരമില്ല. ഇതിനകത്ത് പറയൂ. പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ളവരില്ലേ? ഞാൻ പറഞ്ഞത് മണ്ഡലത്തിലല്ലാതെ എനിക്കറിയാം. പക്ഷേ ഈ പാലക്കാട് ജില്ലയുടെ കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എല്ലാ മുക്കിലും മൂലയിൽ കൃത്യമായി അറിയുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇവിടെ പറഞ്ഞത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ജില്ലയ്ക്ക് പുറത്തുള്ളവർ എന്ന അർത്ഥത്തിലാ പറഞ്ഞത്. താങ്കൾ എന്തിനാ വിഷമിക്കുന്നത്? സ്വാതന്ത്ര്യമുണ്ട്, പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിനും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരൊന്ന് ചിരിച്ചപ്പോ നിങ്ങൾ എന്തിനാ MLA ബഹുമാനപ്പെട്ട MLA അസ്വസ്ഥരാകണം? നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകണം? ഞാൻ അവരുടെ ശരി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കൂ. ഒരു മിനിറ്റ്, ജനങ്ങളാണ് പ്രധാനം, നിങ്ങളല്ല. ഒരു മിനിറ്റ്, എന്റെ ചോദ്യം എന്താ അറിയോ? ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്താ കാര്യം അറിയോ? വാരിയർ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ പോയത് രാജം വാരിയറിനെ കുറിച്ച് ഓർത്തുപോയത്. കാരണം 2 സംഭവങ്ങളാണ്, ഒന്ന് മതേതരത്വവും ഒന്ന് ജനാധിപത്യവും. ഞാൻ എൻ്റെ ചോദ്യം കോൺഗ്രസിനോടാണ്. എന്താ ചോദ്യം പറഞ്ഞാൽ 13 ജനാധിപത്യ സർക്കാരുകളിനെ പിരിച്ചുവിട്ടവരാണ് കോൺഗ്രസ് സർക്കാർ, 13 സ്റ്റേറ്റ് ഗവൺമെന്റിന്. രണ്ടാമത്തേത് അതും ജനാധിപത്യം, രണ്ടാമത്തെ മതേതരത്വം. വിമോചന സമരം നടന്നില്ലേ കേരളത്തിൽ? വർഗീയ കലാപമാണ്. നിങ്ങൾ അഴിച്ചുവിടുകയും വർഗീയ കലാപം നിങ്ങൾ തന്നെ അഴിച്ചുവിടുകയും നിങ്ങൾ തന്നെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു. ഇത് രണ്ടും എല്ലാം നിങ്ങളാണ് ചെയ്തത് രാജ്യത്തിലുടനീളം. അപ്പോൾ ഈ 2 ചോദ്യം, ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഒരു മിനിറ്റ്, രാജന്റെ സംഭവം, രാജന് കൊണ്ടുപോയിട്ട് ശരീരം പോലും കിട്ടിയിട്ടില്ല. അതിന് മറുപടി തരണം. നമുക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ പുകഞ്ഞൊരു കൊള്ളിയെ പുറത്ത് ചാടിച്ച് ആ പുകഞ്ഞ കൊള്ളിയുമായിട്ട് പാലക്കാട് മുഴുവൻ നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാഥയിൽ നിങ്ങളൊരു ഉണ്ടയില്ല വെടി പൊട്ടിച്ചു. ആ വെടി എന്ന് പറഞ്ഞാൽ 28 കൗൺസിലർമാരുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലെ 16 ആളുകളെ കോൺഗ്രസ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇന്ന് ഈ നേരം വരെയായിട്ട് ഞങ്ങളുടെ 28 കൗൺസിലർമാരിൽ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അല്ല സന്ദീപ് നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു, നിങ്ങളുടെ വക്താവായിരുന്നു. ആ പുകഞ്ഞ കൊള്ളി ആക്കിയാണോ നിങ്ങൾ? പുകഞ്ഞ കൊള്ളി പുറത്താണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിന് ചേരില്ല. ഭാര്യ പുറത്താക്കിയായിരുന്നോ? ഇല്ലല്ലോ. ചോദ്യം. ഒന്ന്, ഭാര്യരെ നിങ്ങൾ പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം ആ ജീർണതയിൽ നിന്നും രക്ഷപ്പെട്ടതാണ്, ആ വർഗീയതയിൽ നിന്നും. പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പാലക്കാട് അസംബ്ലിയിൽ ഇനി ആരൊക്കെ ഞങ്ങളിലേക്ക് വരുന്നു? പിക്ചർ അഭി ബാക്കി ഹെ ഭായി. കാത്തിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഒന്നാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിലെ അതിസാഹസികമായ ഒരു ദൗത്യത്തിന് സമയം കണ്ടെത്താൻ തയ്യാറാണ്. KC വേണുഗോപാൽ കാര്യം പറയുന്നത്. കന്നഡ സംഘം ഒരുക്കിയ ചായ സൽക്കാരത്തെ തീരുമാനിച്ചു. എക്കാലത്തെ മുന്നണി നേതാവും 9 കൗൺസിലർമാരും നഗരസഭാ ഭരണമാറ്റം, പിന്നെ 10,000 വോട്ടുകൾ, 2.5 കോടി ആദ്യഘട്ടം, ശേഷം 23 കഴിഞ്ഞ് കാശും പോയി മാനം പോയി എന്നാണ് പറയുന്നത്.
പോയോ? കാശും പോയി മാനം പോയി കെ സുരേന്ദ്രൻ. ശരിയല്ലേ സാർ? ഇതിലെ കെ സി വേണുഗോപാലിനെ പറ്റിയാ പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ ഓപ്പറേഷൻ എനിക്ക് മനസ്സിലായില്ല. എന്തോ ഓപ്പറേഷൻ കൈപ്പത്തി പ്ലാൻ ചെയ്ത് പാലക്കാട് പൊളിഞ്ഞു പോയി പറഞ്ഞത് കെ സുരേന്ദ്രൻ. ഉണ്ടോ? അത് കുഴപ്പമില്ല. അത് അദ്ദേഹം അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ ഹാഷ്മി. അത് പൊളിഞ്ഞു പോയില്ല. ദിവസങ്ങൾ കാണാന്നേ. ചോദിച്ചത് വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ചാനൽ ചർച്ചകളിൽ ജ്യോതികുമാർ ചാമക്കാല മുഖത്ത് നോക്കി തെണ്ടും തെറിയും പറഞ്ഞ ആളാണ് ഈ സന്ദീപ് വാര്യർ. ഇപ്പൊ അവരുടെ കൂടെ കൊണ്ടു നടക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞു പാർട്ടിന്ന് പാർട്ടിയുടെ പുറത്താക്കലല്ലോ, പിന്നെ നിങ്ങൾ അവരെ കൊണ്ടു നടക്കേണ്ട കാര്യം എന്താ? ഇവിടെ മുഴുവൻ മുനിസിപ്പാലിറ്റിയിൽ അതിനർത്ഥം BJP കോൺഗ്രസ് കൂട്ടുകെട്ട് വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞത് ഏറ്റവും മികച്ച ആളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സരിൻ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ MLA-യുടെ നേതാവ് സെക്സ് റാക്കറ്റിന്റെ തലവനാണെന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടില്ലേ? അവർ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? പിന്നെ പറഞ്ഞത് എന്താ? ഈ കേരളത്തിന്റെ സർക്കാർ മുദ്ര ആ സർക്കാർ അത് മനസ്സിലായി. അദ്ദേഹം തിരിച്ചു വന്നു. MLA-യുടെ നിലവാരം കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഡോക്ടർ സരിന് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അവസരവാദ സമീപനം മനസ്സിലാക്കി തിരിച്ചു വരികയാണ് ഉണ്ടായത്. രാഷ്ട്രീയ ചിന്ത ബഹുമാനപ്പെട്ട MLA, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിലവാരം പുലർത്തണം. കേരളത്തിന്റെ സർക്കാർ മുദ്രയിലെ രണ്ടാനയെ അടിച്ചുകൊണ്ട് പോകാതെ നോക്കണമെന്ന് പറഞ്ഞവരാണ് സരിൻ. ഡോക്ടർ പി സരിൻ അന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അന്നത്തെ വിശ്വാസം പേർ നടന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ അന്നെല്ലാം തന്നെ വിഷ്വൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഞാൻ ചോദിക്കട്ടെ, മാപ്പ് പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ സന്ദീപ് വാര്യരും അതുപോലെയാണ് കണക്കൂട്ടിയാൽ മതി. സന്ദീപ് വാര്യർ RSS വിട്ട് BJP വിട്ട് ആ സംസ്കാരം വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ പക്ഷെ പി സരിൻ എല്ലാ കാലവും BJP വിരുദ്ധനായിരുന്നു. പി സരിൻ എല്ലാ കാലവും BJP വിരുദ്ധനാണ്, RSS വിരുദ്ധനാണ് അല്ലേ? പി സരിൻ എല്ലാ കാലവും BJP വിരുദ്ധനാണ്, RSS വിരുദ്ധനാണ്. സന്ദീപ് അങ്ങനെയായിരുന്നോ? സന്ദീപ് BJP-യിലേക്ക് പിന്നെ BJP വിരുദ്ധനാവാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ലല്ലോ. വിട്ടാലല്ലേ BJP വിരുദ്ധനാവാൻ പറ്റത്തുള്ളൂ. സരിനെയും സന്ദീപിനെയും ഒരേ തുലാസിൽ തൂക്കിയാൽ സരീബിനെയും സന്ദീപിനെയും ഒരേ തുലാസിൽ തൂക്കിയാൽ പ്രശ്നമുണ്ട്. MLA പറഞ്ഞൊരു വാദമുണ്ട് ഇവിടെ. MLA പറഞ്ഞ വാദം ഇവിടെ ജ്യോതികുമാർ ചാമക്കാലയുമായി ചർച്ചയിൽ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. ഉണ്ടായിട്ടുണ്ട്, ഞാനായിട്ടുണ്ടായിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടായിട്ടുണ്ടായിട്ടുണ്ടല്ലോ നിങ്ങളുടെ പരിപാടിയിൽ ഉൾപ്പെടെ. ഞാൻ പറഞ്ഞത് അപ്പോ ഇവിടെ പിണറായി വിജയനെ ഏത് ഞങ്ങൾ പറയാത്ത BJP പറയാത്ത അത്തരത്തിലാണ് സരിൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പറഞ്ഞത് ഇദ്ദേഹം ഇവിടുത്തെ സെക്സ് റാക്കറ്റിന്റെ തലവനാണെന്ന്. അതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് ആർജവമില്ലാത്തത് കൊണ്ടല്ലേ അവരെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ ഒറ്റ മിനിറ്റ് ഇവിടെ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത് ഒരൊറ്റ കാര്യം പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട MLA, ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണ്. കേരളത്തിൽ ഭരണമില്ലാത്തപ്പോ കേന്ദ്രത്തിൽ ഭരണമില്ലാത്തപ്പോ ഇനി ഒരു ഇലക്ഷൻ ഇല്ലാത്തപ്പോ അപ്പോഴാണ് സന്ദീപ് വാര്യർ ഞങ്ങളിലേക്ക് കടന്നു വന്നത്. ഇവിടെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞു, താങ്കളും പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ പോലും ആക്ഷേപിച്ചിട്ടുണ്ട് ഈ പറയുന്ന സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ നെഹ്റു കുടുംബത്തെ കോൺഗ്രസിനെ ഒന്നാകെ എത്രയുണ്ട്? തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTT തീവ്രവാദികൾ രാഹുൽ ഗാന്ധിയുടെ പിതാവ് അന്നത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ മനുഷ്യബോവിനാൽ 1000 കഷ്ണങ്ങളായി കൊലപ്പെടുത്തിയപ്പോ ആ കൊലയാളികളായ ആ തീവ്രവാദികളോട് ക്ഷമിച്ച കുടുംബമാണ് ഗാന്ധി കുടുംബം. ക്ഷമിച്ച മാപ്പ് കൊടുക്കാൻ തയ്യാറായ ആ രാഹുൽ ഗാന്ധിക്ക് സന്ദീപിനോടൊന്നും ഒരു ഉണ്ടാവില്ല. സ്നേഹത്തിന്റെ കടയിൽ സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണോ? ഇവരെ ഇനിയുള്ള ഈ 1.5 കൊല്ലം ഇവർ രണ്ടുപേരും ഈ കോട്ടമൈതാനത്ത് കിടന്ന് തല്ലോടും. കൃഷ്ണകുമാർ നിയമസഭയിലേക്ക് പോകും. ഒരു കാര്യം എഴുതി വെച്ചോളൂ. രണ്ടാമത്തെ കാര്യം, ഈ 50 പൈസ കാര്യം ചർച്ച ചെയ്ത് കളയാനുള്ളതല്ല. പക്ഷികളുടെ കിളിക്കൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ മാറാതിരിക്കുകയോ അത് സ്നേഹത്തിന്റെ കടലായി തോന്നുകയോ തിരിച്ചു കുറച്ച് കഴിയുമ്പോൾ സ്നേഹത്തിന്റെ കടൽ വേണ്ടായിരുന്നു തോന്നുക, എന്തൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ ഹാഷ്മി പ്ലീസ് അതിനായിട്ട് മുന്നൊരൊറ്റ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ, BJP-യുടെ വക്താവല്ലേ, വയനാട് കെ സുരേന്ദ്രന് വേണ്ടി വയനാട് ഒന്നാകെ അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്ത ആളല്ലേ, നേതാവല്ലേ. നിങ്ങൾ അങ്ങനെ എഴുതി തള്ളാവോ? ഹാഷ്മി, സന്ദീപ് വാര്യർ ഇത്ര നേരം ഞാനൊന്ന് പറയാം. ബഹുമാനായിട്ടുള്ള ശാന്തകുമാരി മാഡം,
SNML എല്ലാ റെസ്പെക്റ്റോടുകൂടി പറയട്ടെ, A റഹീം മൂത്താന്തറയിലെ വോട്ടറല്ല, വസീഫ് എന്ന് പറയപ്പെടുന്ന വടക്കേന്തറയിലെ വോട്ടറും അല്ല, ആർഷോ എന്ന് പറയപ്പെടുന്നത് കൽപ്പാത്തിയിലെ വോട്ടറുമല്ല. ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ഇവിടെ വിവിധ നാട്ടിലുള്ള ആളുകൾ വരും, വോട്ടുകൾ അഭ്യർത്ഥിക്കും. അതേപോലെ തന്നെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കഴിവുകളും ചൂണ്ടിക്കാണിക്കപ്പെടും. അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പാലക്കാടിൽ നിന്ന് ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയല്ലേ, എല്ലാവർക്കും എവിടെയും പോയിക്കൂടെ? ഇനി അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വേണോ? ഞങ്ങൾ എന്താ പർവ്വതീകരിച്ചല്ല, അങ്ങ് പറഞ്ഞത് 100% തെറ്റായ ബഹുമാനിയായ MLA അങ്ങ് പറഞ്ഞത് 100% തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല, പാലക്കാട് പുറത്തുള്ളത് വരും പൊതുസമൂഹത്തിനോട് പാലക്കാടിന്റെ മനസ്സറി എന്ന് പറഞ്ഞ ഞാൻ ഇവിടെ തോട്ടറല്ല അർത്ഥത്തിലല്ല പറഞ്ഞത്. രാഷ്ട്രീയം പൊളിറ്റിക്സ് മനസ്സിലാവുന്നതുകൊണ്ട് പറഞ്ഞു. രാഷ്ട്രീയ പ്രായോഗിക വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ലായ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായത് BJP-യുടെ കുഴപ്പമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ നാട് ഇന്നും പിന്നോക്കം നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുരന്തമായിട്ടുള്ള ഭരണം കൊണ്ടാണ്. ഈ നാട് ഇന്നും പിന്നോക്കം നിൽക്കുന്നത് ഈ നാട്ടിൽ ഇന്നും ഒരു വികസനം എത്താത്ത നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഒരു IT പാർക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒരു IT പാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചോ? ഒരു നോളജ് സിറ്റി ഉണ്ടാക്കാൻ സാധിച്ചോ? എന്നിട്ട് നിങ്ങൾ വന്ന ആളുകളെ കുറ്റം പറയുന്നു. ഇവിടെയുള്ള ആളുകൾ ജയിച്ചു പോയത് ചൂവും ചേലുമില്ലാത്തതുകൊണ്ടാണ് വന്ന ആളുകൾക്ക് ഇത് പറയേണ്ടി വന്നത്. എഴുതി വെച്ചോളുക. എന്റെ ചോദ്യം ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും ഒരുപോലെയാണ്. നിങ്ങൾ ഇവിടെ കിടന്ന് പരസ്പരം പോരടിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പരസ്പരം കിടന്ന് പോരടിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കേരളത്തിന്റെ അതിർത്തി വിട്ടാൽ ഒക്കെ ചങ്ങാതിമാരല്ലേ? ഇപ്പോ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു അമെൻമെന്റ് കരട് ബില്ല് അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് തോളോട് ചേർന്ന് പ്രമേയം പാസ്സാക്കിയില്ലേ? അവിടെ ഒരു ആന്തരി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ആ പ്രമേയം അങ്ങനെ ഏകകണ്ഠമായിട്ട് പാസ്സാകില്ലായിരുന്നു. ഇവിടെ ഇന്നിപ്പോ ഭൂമി നഷ്ടപ്പെടുമെന്ന് പേടിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് കേരളത്തിൽ. നിങ്ങൾ അവരുടെ ആരുടെയും വേദന കേട്ടോ? നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞോ? നിങ്ങളുടെ MLA ആരും ഉണ്ടായിരുന്നോ പറഞ്ഞായിട്ട്? ചേട്ടാ, വയനാട്ടിന് കേന്ദ്ര പൈസ തരണോ? അല്ല, വയനാട്ടിൽ കേന്ദ്ര പൈസ തരണോ? അല്ല, വയനാട്ടിൽ കേന്ദ്ര പൈസ തരണോ? വയനാട്ടിൽ കേന്ദ്രത്തിന്റെ പൈസ വരും. ശ്രീകൃഷ്ണ അപ്പൊ വയനാട്ടിൽ പൈസ തരണമെങ്കിൽ BJP ജയിപ്പിക്കണം. അല്ല, വയനാട്ടിൽ പൈസ തരണമെങ്കിൽ BJP ജയിപ്പിച്ചേ പറ്റുള്ളൂ. ഒരു നിർബന്ധമല്ല. പിന്നെ ഒരു കാര്യം ആദ്യം ഇവർക്ക് പറയാനോ ചോദ്യം ചോദിക്കാനോ ഇല്ല. എൻ്റെ കാഴ്ചക്കാരൻ്റെ ഇടയിൽ ഒരാൾ വരെ പറഞ്ഞു 13 നിയമസഭകൾ പിരിച്ചുവിട്ട 13 സർക്കാരിന് പിരിച്ചുവിട്ട ഇവരാണ് കോൺഗ്രസ്സുകാരെന്ന്. എന്നിട്ട് 77 അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി 14 നിയമസഭകളിനെ പിരിച്ചുവിടാൻ BDZ-നോട് ഒപ്പുകാത്തു നിന്നു. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവർ പറയുന്നത് ഈ BJP-ക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഫോൺസ് കണ്ണന്താനത്തിന് കേന്ദ്രമന്ത്രിയായപ്പോൾ കേരള ഹൗസിൽ പോയിട്ട് എൻ്റെ കൂടി നികുതി പണത്തിൽ പിണ്ടം വെച്ചിട്ട് വന്നത് കണ്ണന്താനത്തിന് പിണ്ടം വെച്ചിട്ട് വന്നത് പിണറായി വിജയനാണ്. EK നായനാരും മുൻപ് മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോനെ BJP-യിലേക്ക് അയച്ചത് റിക്രൂട്ട്മെന്റ് ഏജന്റ് പിണറായി വിജയനാണ്. അതൊക്കെ മറന്നിട്ട് പറയാൻ പാടില്ല. അല്ല, താങ്കൾ ഒരു സീനിയർ കോൺഗ്രസ്സുകാരനാണെന്ന് എനിക്ക് അറിയാമോ? അല്ലേ? എന്തഭിമാനം! അങ്ങനെയെങ്കിൽ താങ്കൾ പറയണം, ആര്യാടൻ മുഹമ്മദ് ഞങ്ങളോടൊപ്പം നിന്ന ആളെ ഇപ്പോ UDF-ന്റെ കൂടെ എപ്പോഴാവട്ടെ നിന്നല ചരിത്രമുണ്ടല്ലോ. ആരാധനായ ഉറപ്പായും വലിയ വാക്കുകളുണ്ടാകും. സ്വാഭാവികമാണ്. അത്രത്തോളം രാഷ്ട്രീയ ചൂടുണ്ട്. ഞാൻ തിരികെത്തും. ചെറിയ ഇടവേള. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചൂടനടക്കണം പാലക്കാടൻ സായനം. നമ്മൾ പാലക്കാടാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പാലക്കാട്ടുകാർ വളരെ സജീവമായി ചർച്ചയോട് പങ്കെടുക്കുകയാണ്, പ്രതികരിക്കുകയാണ്. അവിടെ എന്താ
ഈ കോട്ടമൈതാനത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു കല്ല് കിടപ്പുണ്ട്. അത് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി അന്തരിച്ചു പോയ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇട്ട ഒരു കല്ലാണ്. 15 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ കല്ല് അവിടെ കിടപ്പുണ്ട്. ആ കല്ലിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള സ്ട്രേ ഡോഗ്സ് ആണ്, അതായത് തെരുവുപട്ടികളാണ്. അവർക്ക് മാത്രം ഉപകാരപ്രദമായ രീതിയിൽ ഇപ്പോഴും ഈ കോട്ടമൈതാനത്തിൻ്റെ മൂലയ്ക്ക് കിടപ്പുണ്ട് ഈ കോച്ച് ഫാക്ടറി കിട്ട തറക്കല്ല്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറയുന്നത് അറിയാൻ താല്പര്യം. ഓക്കെ, എന്താണ് വികസനോട് പറയണമെന്നാ പറയുന്നത്? അത് പറയാം. സത്യത്തിൽ അദ്ദേഹം ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. ഈ പാലക്കാട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, അത്തിപ്പഴം പഴുക്കുമ്പോൾ കാക്കക്ക് വാപ്പുണ്ടെന്ന് പറയുന്ന പോലെയാണ്. അന്ന് കല്ലിടുന്ന സമയത്ത് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്നു. പാലക്കാട് എം പി രാജേഷ് ആയിരുന്നു. എം പി രാജേഷിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ ഇവിടെ പാലക്കാട് എം പി ആയപ്പോ രാജ്യം പോയി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പാലക്കാടിന് കോച്ച് ഫാക്ടറി ഉണ്ടാവും. അങ്ങനെ റായ്ബറേലിയിൽ കോച്ച് ഫാക്ടറി ഉള്ളതുപോലെ ബീഹാറിൽ ഉള്ളതുപോലെ ഇവിടെയും ഉണ്ടാകും. അതല്ല നമ്മൾ ചോദിക്കട്ടെ, ഇവര് അത്തിപ്പഴം പഴുക്കുകയെ കാക്ക വീഴും ഒക്കെ ചെയ്തോട്ടെ. ഞാൻ ചോദിക്കുന്നത്, എം പി രാജേഷ് അന്ന് ഉശിരുള്ളത് കൊണ്ട് എം പി രാജേഷിന്റെ കാലത്ത് ഇവിടെ ഉണ്ട്. അല്ലല്ല, പാർലമെന്റിൽ പോയിട്ട് ജനപ്രതിനിധികളുടെ ചുമതലയുണ്ട്. അത് നിർവഹിച്ചത് കൊണ്ടാണ് ഈ പാലക്കാട് കോട്ടമൈതാനത്തിൽ കല്ലിടാനുള്ള അവസരം ഉണ്ടാക്കി. അത് മാത്രമാണോ? ഏതാണ്ട് ഒന്ന് പറഞ്ഞോട്ടെ, എന്തിനാ കല്ലിട? താങ്കൾക്ക് മനസ്സിലായോ? നോക്കൂ, ഇവിടെ കഞ്ചിക്കോട് ഇതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് കൈമാറി കല്ലിടുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇവിടുന്ന് UDFന്റെ പ്രതിനിധി പാർലമെന്റിലേക്ക് ഒരാളല്ലല്ലോ പോയത്, 18 പേര് പോയില്ലേ? 18 പേര് ഒരുമിച്ച് ചോദിച്ചിരുന്നെങ്കിൽ 18 പേരല്ല, ഞങ്ങൾ 100 പേര് ഒരുമിച്ച് ചോദിച്ചിട്ട് പലതും കിട്ടുന്നില്ല എന്നത് നഗ്നമായ സത്യമല്ലേ MLA? നമ്മൾ 20 പേരും കൂടി ചോദിച്ചിട്ട് തരാത്ത കാര്യങ്ങളില്ലേ? 20 പേരും കൂടി ചോദിച്ചിട്ട് തരാത്ത കാര്യങ്ങളില്ലേ? യാഥാർത്ഥ്യം മനസ്സിലാക്കും. നിങ്ങൾ BJP വെള്ളപൂശല്ലേ? BJP വെള്ളപൂശല്ലേ? നരേന്ദ്രമോദി വെള്ളപൂശരുത്. നമ്മൾ ഇന്ത്യ മുന്നണി 200 പേര് ചോദിച്ചിട്ടും നേരത്തെ പറഞ്ഞ വഖഫ് ബില്ല് 200 പേര് എതിർത്തിട്ടും അവർ പാസ്സാക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. നമ്മൾ നിയമസഭയില് ഒരുമിച്ച് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് അവരെതിർക്കല്ലേ? അപ്പൊ അങ്ങനെ തള്ളി പറയില്ലേ? മോദി ആളുകളുടെ വീട് പോയിക്കോട്ടെ, സാധാരണക്കാരന്റെ കുടിയെടുപ്പിനെ ഇറക്കി വിടുന്ന നിയമത്തിനോട് നിങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടല്ലോ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വഖഫ് ബില്ല്, ആ വഖഫ് ബില്ല് നടപ്പിലായാൽ മുൻപത്തെ ആളുകൾക്ക് വീട് കിട്ടുമെന്നാണോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? ആണെങ്കിൽ എങ്ങനെ പറ? വഖഫ് നിയമത്തിന്റെ ഭാഗത്ത് ഞാൻ ഒറ്റ ചോദ്യം, ഡയറക്റ്റ് ചോദ്യം. ആ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് യാഥാർത്ഥ്യമായാൽ മുൻപത്തെ വിഷയം തീരുമോ ഇല്ലയോ? തീരുമെങ്കിൽ അങ്ങനെ തീരും. സാറുടെ രാഷ്ട്രീയ പ്രസംഗം കഴിഞ്ഞല്ലോ, ഞാൻ എന്റെ മറുപടി പറഞ്ഞോട്ടെ. ഹാഷ്മിയും നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. വഖഫുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും മുനമ്പം പോലെയുള്ള, വയനാട് പോലെയുള്ള, ചേലക്കരയിലെ മോസ്ക് അടക്കമുള്ള ഈ പാലക്കാടിനകത്തും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പാലക്കാടിനകത്ത് നിരവധി സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് ഒറ്റ സ്ഥലമില്ല. ഏത് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? പാലക്കാട് ഒറ്റ സ്ഥലവും വഖഫ് ലിസ്റ്റ് ഇല്ല. ഞാൻ ലിസ്റ്റ് തരാം. പോലെയുള്ള പ്രശ്നം വന്നപ്പോഴും, വയനാട് വന്നപ്പോഴും, ചേലക്കര വന്നപ്പോഴും ഒരു വിഷമമില്ലാതെ അത് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് മാധ്യമധർമ്മത്തിന്റെ ഒരു തരത്തിലും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ നടത്തിയപ്പോൾ മുനമ്പത്ത് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകനാണ് ഞാൻ. മുനമ്പത്ത് പോയി അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകനാണ് ഞാൻ. പാലക്കാട് ഒരു സ്ഥലം പറയാവോ? പാലക്കാട് ഒറ്റ 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 സ്ഥലം പറയാവോ? കള്ളം പറഞ്ഞു ഉല്ലാസ് ബാബു. ഒരു സ്ഥലം പറ,
പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. കള്ളം പറയരുത്, കള്ളം പറയരുത്, മുഖത്ത് നോക്കി കള്ളം പറയരുത്. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. കള്ളം. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. ഒരു സ്ഥലം പറ. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? എനിക്ക് വ്യക്തമായ ബോധ്യമുള്ള ആര് പറഞ്ഞു? എനിക്ക് വ്യക്തമായി സ്ഥലം പറയൂ. ഞാൻ ലിസ്റ്റ് തരാം. ഞാൻ ലിസ്റ്റ് തരാം. നിങ്ങളുടെ കയ്യിൽ വെച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്തില്ല? സർക്കാർ ലിസ്റ്റ് തരാം. ഞാൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുനമ്പത്ത് പോയി ഉല്ലാസേ ആ വിഷയത്തിൽ ഇറങ്ങി BJP ആളുകൾക്ക് കയറി കിടക്കുന്ന BJP ശബരിമല പോലെ സുവർണാവസരം കണ്ടു. BJP ശബരിമല പോലെ സുവർണാവസരം കണ്ടു അല്ലേ? ഒരു പണി നടക്കൂല. വോട്ട് നോക്കി മുനമ്പത്ത് നിങ്ങളുടെ ഒരു പണി നടക്കൂല. അവിടുത്തെ ജനതയോടൊപ്പം അവിടുത്തെ ഞാൻ കാര്യം പറയാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ടേ? ഇദ്ദേഹത്തിനോടൊന്നും മിണ്ടായിരിക്കാൻ പറ. ഞാൻ വീണ്ടും പറയാണ്. അല്ല, ചോദ്യം എന്നോടായിരുന്നല്ലോ. ചോദ്യം എന്നോടായിരുന്നല്ലോ. ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. ഞാൻ വീണ്ടും പാലക്കാട് ഒറ്റ സ്ഥലം വഖഫ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഉറപ്പാണ്. കള്ളം പറയല്ലേ? നരേന്ദ്രമോദി ഈ പാർലമെന്റിൽ കൊണ്ടുവരുന്ന വഖഫ് മുനമ്പത്തെ വിഷയത്തിന് ഒരു ബന്ധവുമില്ല. മുനമ്പത്തെ വിഷയം UDF ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവിടെ സമരം ചെയ്തത് ആദ്യമായി ആ ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാ, എറണാകുളം DCC. പിന്നെ ഒറ്റ കാര്യം നിങ്ങൾ ഈ നാടിനെ ഇറക്കി വിടാൻ നോക്കിയാൽ ഉല്ലാസ് കള്ളം പറഞ്ഞ് കള്ളം മറക്കാൻ നോക്കണ്ട. പറഞ്ഞ കള്ളം മറക്കാൻ നോക്കണ്ട. പറഞ്ഞ കള്ളം മറക്കാൻ നോക്കണ്ട. പാലക്കാട് സ്ഥലമില്ലാതെ ഞങ്ങള് ദേശീയ വഖഫ് ബില്ല് ദേശീയ വഖഫ് ബില്ല് എതിർക്കുന്നതിന്റെ കാരണം ആ വഖഫ് ബോർഡിൽ വളരെ ഗൗരവമായി കാര്യം പരിശോധിച്ച് അതിന് അനുകൂലമായ രീതിയിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഇതിനകം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയാണല്ലോ ഇത് കലാപത്തിലേക്ക് അഴിച്ചുവിടുന്നത്. എത്ര ദിവസമായി, എത്ര മാസമായി മുഖ്യമന്ത്രിക്ക് തീർക്കാനല്ലോ. ഞങ്ങൾ UDF പറഞ്ഞില്ലേ, ഞങ്ങൾ എന്തിനും തയ്യാർ, ഞങ്ങൾ എന്തിനും തയ്യാർ. BJP പാലൂട്ടി വളർത്താൻ പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ഒരു മിനിറ്റ്. ഈ കഴിഞ്ഞ 2-3 ആഴ്ച കാലമായിട്ട് ഇവിടുത്തെ 3 രാഷ്ട്രീയ പാർട്ടിക്കാര് പൊളിറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതല്ലാതെ ഈ നാടിന് വേണ്ട കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഈ അവസാന ലാപ്പിലെങ്കിലും നിങ്ങൾ 3 പാർട്ടിക്കാരും ഈ നാട്ടില് ഈ നാടിന് വേണ്ടി കാര്യമുള്ള കാര്യങ്ങൾ പറയണം. ഈ 2-3 ആഴ്ച കാലമായിട്ട് ഇവിടെ ചർച്ച ചെയ്തത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി വികസനങ്ങളുണ്ട്. ഈ വികസനം നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസനമാണ്. ആ വികസനങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. വികസനങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. വിലക്കയറ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കും സാറേ? കേന്ദ്രത്തിലെ ഉള്ളിന്റെ വിലയും ഒരു ലിറ്റർ ഓയിലിന് 150 രൂപ വിലയും അതിനെക്കുറിച്ച് സംസാരിക്കും. പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരമുള്ള സംസാരിക്കും. നിങ്ങൾ 3-4 തല്ലുപടിയായിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ ചേട്ടൻ ഒരു മുദ്രാവാക്യം ഓർക്കുന്നുണ്ടോ? LDF വരും, എല്ലാം ശരിയാകും. ഉറപ്പാണ് തൊഴിൽ, ഉറപ്പാണ് ജോലി, ഉറപ്പാണ് പെൻഷൻ, ഉറപ്പാണ് ഭവനം, ഉറപ്പാണ് സ്ത്രീ ശാക്തീകരണം. മര്യാദ കാണിക്കുന്നേ, ഒരു മര്യാദ കാണിക്കും. ആ ചെറുപ്പക്കാരൻ ചോദിച്ച ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. ഡീസലിന്റെ വില, പെട്രോളിന്റെ വില, അച്ചാതി നായക, നല്ല നാളുകൾ, ഇനി ഇതൊക്കെ പോട്ടെ. പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞ് കേരളത്തിൽ അധിക സെസ് 2 രൂപ, ഗ്യാസിന്റെ വില 1050, റേഷൻ കട കാലി, സപ്ലൈക്ക് കാലി. അത് പറയുമ്പോ പറഞ്ഞത് കുറച്ചിട്ട് കാര്യമില്ലെന്നേ. നിങ്ങൾ ക്ഷമ കാണിക്കും, ഒരു മര്യാദ കാണിക്കും.
സാധാരണക്കാരന് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാനുള്ള ഒരു മാർഗവുമില്ല. ഇവിടെ സാധാരണക്കാരന് ജീവിക്കാനുള്ള ഒരു മാർഗവുമില്ല. നിത്യോപസാധനങ്ങളുടെ വിലക്കയറ്റം, അരി കിട്ടാനില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല, നിത്യോപസാധനങ്ങളെല്ലാം തീ പിടിച്ച വില. അതിന് പുറമെ ഇവിടെ ഗ്യാസ്, മണ്ണെണ്ണ, മറ്റ് പെട്രോൾ സാധനങ്ങൾ ഇതൊന്നുമില്ല. ദൈനംദിന ജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന ഈ ജനങ്ങൾക്ക് ഇതെല്ലാം കിട്ടുവാനുള്ള നടപടി സ്വീകരിക്കണം. ഇനി ഒരു UDF സർക്കാർ വരുമ്പോ ഈ രാജ്യത്ത് തന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോട് കൃത്യമായി പറയട്ടെ. 107 രൂപ പെട്രോളിന് കൊടുക്കുക, 107 രൂപ പെട്രോളിന് കൊടുക്കുക, 109 രൂപ പെട്രോൾ, 100 രൂപ ഡീസൽ, 1050 ഗ്യാസ്. 70 വയസ്സ് കഴിഞ്ഞ നിങ്ങളുടെ ഓരോരുത്തരുടെയും അച്ഛനും അമ്മമാർക്കും 5 ലക്ഷം രൂപ വീതം ഒരു പക്ഷേ ഇവിടെ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൊക്കെ കൊണ്ടുവന്നപ്പോ വേണ്ടെന്ന് പറഞ്ഞ ഇങ്ങനെയാണല്ലേ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ 50 രൂപ പെട്രോള്, 50 രൂപയല്ലോ, 52 രൂപ ഉണ്ടായിരുന്നായിരിക്കെ 52 രൂപ ഉണ്ടായിരുന്നായിരിക്കെ 58 രൂപയായപ്പോ പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഉല്ലാസ് ബാബു അറിയാം, എനിക്ക് 50 രൂപ കിട്ടുന്നത്. എന്ത് വികസനമാണ് നടപ്പിലാക്കിയത് സംബന്ധിച്ച് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു നമുക്ക് വികസനം ചർച്ച ചെയ്യാം. ഒന്നും ശബ്ദിക്കാതിരിക്കോ, പറയാൻ അവസരം തരോ, ഞാൻ പറയട്ടെ, പറയാൻ അവസരം തരോ. കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി മാത്രം നടപ്പിലാക്കിയ വികസനം സംബന്ധിച്ച് ഞാൻ 2 മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടുത്തെ വികസനത്തെ കുറിച്ച് കേൾക്കണം. കിഫ്ബി എതിർത്തവർ ഇപ്പൊ നോക്കൂ, ഈ മണ്ഡലത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് 244 കോടി രൂപ, ഈ കാണുന്ന പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 126 കോടി രൂപ, സാംസ്കാരിക സമുച്ചയം. ഒരു സെക്കൻഡ് ഒന്ന് തരി. പ്ലീസ് ഓഫ് ചെയ്യണം കുറച്ച് നേരത്തെ. വികസനം ഒന്ന് ചർച്ച ചെയ്തോട്ടെ, വികസനം ഒന്ന് ചർച്ച ചെയ്തോട്ടെ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ് MLA, വികസനം ഒന്ന് ചർച്ച ചെയ്തോട്ടെ. എല്ലാരും ഹലോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിന്റെ ആളല്ല. എനിക്ക് ഒരു സെക്കൻഡ്, ഈ രാഷ്ട്രീയ പാർട്ടികളിലെ മൂന്നാളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുണ്ട്. നിലവിൽ MLA ആയിരിക്കുന്ന ആളുകളെ നിങ്ങളിങ്ങനെ ജയിപ്പിച്ച് പറഞ്ഞായി, അതായത് MP സ്ഥാനത്തിലേക്കൊക്കെ ജയിപ്പിച്ചിട്ട് വീണ്ടും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്നെ പോലത്തെ ഇവിടെ നിൽക്കുന്ന ഈ ചെറിയ പിള്ളേരില്ലേ, അവരുടെ നികുതി പണങ്ങൾ എടുത്താണ് നിങ്ങൾ ദൂർത്തടിക്കുന്നത് മനസ്സിലാക്കണം. ഒരു സെക്കൻഡ്, നിങ്ങൾ ഇത് തികച്ചു കേൾക്കണം. ഒരു സെക്കൻഡ്, ഈ തെരഞ്ഞെടുപ്പ് ചേലക്കരയോ MLA എന്ത് നുണയാ പറയുന്നേ? ചേലക്കരയോ ഇത് ഞങ്ങളുടെ മണ്ഡലമൊന്നേ. നിങ്ങൾക്ക് വല്ല എഴുതി തന്നിട്ടുണ്ടോ? ഇത് എഴുതി തന്നിട്ടുണ്ടോ? ജനാധിപത്യത്തിന് എഴുതി തന്നിട്ടുണ്ടോ? ആധാരമായിട്ട് വന്ന ആധാരമായിട്ട് വാ. ഇതെന്താ നിങ്ങളുടെ മണ്ഡലം? ചേലക്കര നിങ്ങളുടെ പറഞ്ഞു നിങ്ങൾ പറയണ്ട, ജനം തീരുമാനിച്ചോളും. അത് ജനം
പാലക്കാട് ആര് ജയിക്കണം, ചേലക്കര ആര് ജയിക്കണം എന്നൊക്കെ നിങ്ങൾ അങ്ങനെ നിങ്ങളോട് തർക്കിക്കാനല്ല, നിങ്ങളോട് തർക്കിക്കാനല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് ഇവരെ പോലുള്ള കുട്ടികൾക്ക് ചെയ്യാനുള്ള നികുതി പണമാണ് ദൂർത്തടിച്ച് കളയുന്നത്. അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാണ്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പും ഒന്നും ഇവിടുത്തെ സാധാരണ കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ നികുതി പണം എടുത്തിട്ടാണ് ഇവൾ ദൂർത്തടിക്കുന്നത്. ഇത് പറയാനുള്ള ആർജവം ഈ 3 രാഷ്ട്രീയ പാർട്ടികൾക്കും നിങ്ങളുടെ കേന്ദ്രത്തിലായാലും എവിടെയായാലും പറയാനുള്ള ഇതുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ ചൂടേറി നമ്മൾ അടക്കളം തുടരുന്നു. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇവിടുത്തെ വാക്പോര് സ്വാഭാവികമാണ്. അതിന് കാരണം ഈ ദിവസങ്ങളിൽ പാലക്കാടിന്റെ പ്രചാരണ ചൂട് അത്രത്തോളം ഉണ്ട്. ഇവിടെ ചോദ്യം, എനിക്കൊരു മറുപടി പറയാനുണ്ട്. അവിടെ അദ്ദേഹം ചോദിച്ചതിന് ഇവർ 3 പേരും വെറുതെ ഒച്ചയിടാന്നല്ലാതെ ഇവിടെ ആരും ഒരു കാര്യം ചെയ്യില്ല. ആരും ഒരു കാര്യം ചെയ്യുന്നില്ല. 3 പേര് ഒച്ചയിടുന്നല്ലാതെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുന്നില്ല. ആദ്യം ഞാൻ പറയാം. അദ്ദേഹത്തിന് MLA ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. അല്ല, ഞാൻ എന്റെ അടുത്തുള്ള ചോദ്യം വന്നു നേരത്തെ, ഞാനത് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോ അദ്ദേഹത്തിനുള്ള ഒന്നാമത്തെ ഒരു കാര്യം, ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടായതും സിന്തറ്റിക് ട്രാക്ക് ഉണ്ടായതും നൂറിനിലെ ഫുട്ബോൾ ടർഫ് ഉണ്ടായതും സുന്ദരം കോളനിയിലെ SC/ST കുടുംബത്തിന് 64 ഫ്ലാറ്റ് ഉണ്ടായതും ഇവിടുത്തെ PWD റോഡ് ഉണ്ടായതും KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടായതും ഇവിടെ BMBC റോഡുകൾ ഉണ്ടായതും കുടിവെള്ള പ്രശ്നങ്ങൾ മാറിയതും കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് പവർ കട്ട് ഇല്ലാതായതും അതൊന്നും കൂണ് മുളച്ചത് വരെ ഉണ്ടായതല്ല. ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരൻ ഉണ്ടായതാണ്. പിന്നെ മറ്റൊരു ചെറുപ്പക്കാരൻ ഇവിടെ പറഞ്ഞു, ചെറുപ്പക്കാർക്ക് വേണ്ടി പറഞ്ഞു. ഇവിടെ നിൽക്കുന്നത് ഒരു മിനിറ്റ്, ഇവിടെ പാലക്കാട് നിന്നും ഒളിമ്പിക്സ് മെഡൽ ജേതാവുണ്ട്, ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാവുണ്ട്. അവരൊക്കെ ഈ സിന്തറ്റിക് ട്രാക്കിൽ ഓടി പരിശീലിച്ചിട്ടാ അവർക്കൂടെ മെഡൽ നേടിയത്. നാളെ ഈ ചെറുപ്പക്കാര് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയോ ഒരു ബൈജും പൂട്ടിയോ ആവേണ്ടവരാണ്. അവർക്ക് വേണ്ടി സ്റ്റേഡിയം 50 കോടിയാണ് സർക്കാരിൽ നിന്നും ഷാഫി പറമ്പിൽ മേടിച്ച് TS ആക്കി വെച്ചത്. നഗരസഭ നഗരസഭ കാരണമാണ് ആ സ്റ്റേഡിയം പണി നടക്കാത്തത്. 50 കോടി ഞാൻ അടിവരയിട്ട് പറയുന്നു. രാഹുൽ നിങ്ങൾക്ക് ഈ തലമുറക്ക് കളിച്ചു വളരാൻ ഇവിടെ 50 കോടിയുടെ സ്റ്റേഡിയം ഉണ്ടാകും. നിങ്ങൾ കളിച്ച് അടിച്ചു കയറി വാ മക്കളെ. ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ലാസ്റ്റ് നേരം വഖഫാണ് പ്രശ്നമായത് അല്ലേ? VS അച്യുതാനന്ദന്റെ കാലത്ത് സ്പീഡിൽ പറഞ്ഞാൽ മതിയോ? VS അച്യുതാനന്ദന്റെ കാലത്ത് നിസാർ കമ്മിറ്റി വെച്ചു. ആരാണ് മുൻപ് ഭൂമി വഖഫാക്കി വെച്ചത്? ചോദ്യം തന്നെ. ഇന്ന് മുൻപത്തുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നത് ഈ സർക്കാരാണ്. ഈ നോട്ടീസ് അയക്കുന്നത് നിർത്തിയ പോരെ? നോട്ടീസ് നിർത്തുന്നു മാത്രമല്ല, മുനമ്പിലെ ഒന്ന് പറയാൻ അനുവദിക്കോ? താങ്കൾ എന്താ പറയുന്നത്? നോട്ടീസ് കൊടുക്കുന്നത് നിർത്തി എന്ന് മാത്രമല്ല, മുനമ്പിലെ പ്രശ്നം വളരെ സൗഹാർദ്ദമായി അത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താങ്കളല്ല തീരുമാനിക്കുക, സർക്കാരാണ്. സർക്കാരിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര നാളായി BJPക്ക് അവിടെ കലാപത്തിന് കോപ്പൂട്ടി കൊടുക്കുന്ന പണിയാ ഈ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര നാളായി? ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. ദേവസ്വം ബോർഡിൽ മുസ്ലിമിനെ ക്രൈസ്തവനെ വെക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ വഖഫ് ബോർഡിൽ ഹിന്ദുവിനെയും ക്രൈസ്തവനും വെക്കണമെന്ന് ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഇവിടെ ഒരു സന്ധിരാഷ്ട്രമുണ്ട്, ഭരണഘടനയുണ്ട്, വിശ്വാസ പ്രമാണമുണ്ട്. അതിന്റെ കടക്കൽ കത്തിവെക്കാൻ സംഘികൾ കാരണം മതവും ജാതിയുമാണ്. ബഹുമാനപ്പെട്ട MLA പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്. ജില്ലാ ആസ്പത്രി പോയ കാരുണ്യ ചികിത്സക്കുള്ള കാർഡ് പോലും എടുക്കുന്നില്ല. ഒരു ജില്ലാ ആസ്പത്രി ഒരു കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് നിങ്ങൾ ജനസമ്പർക്ക പരിപാടി നടത്തില്ലേ? ആ പൈസ എന്തെങ്കിലും പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കായിരുന്നില്ല. ജില്ലാ ആസ്പത്രിയിലേക്ക് മരുന്ന് എത്തിക്കാൻ എന്തുകൊണ്ടാണ് ചെയ്തില്ല? ഷാഫി പറമ്പ് കൊണ്ടുവന്ന വികസനങ്ങൾ ദിവസം തോറും UDF പറയുമ്പോ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഇടതുപക്ഷം പറയാൻ തയ്യാറാണോ? നിങ്ങൾ ഇവിടെ ആരെങ്കിലും
ഗാന്ധി ഉണ്ടാക്കിയ രേഖയാണോ? ഇത് ശങ്കരാടിയുടെ രേഖയാണ്. ഇത് ശങ്കരാടിയുടെ രേഖ. ഈ രേഖക്ക് പ്രസക്തിയില്ലെന്നേ. ഇത് ശങ്കരാടിയുടെ രേഖ, പ്രസക്തിയില്ല. കുറിച്ച് പറഞ്ഞല്ലോ ഹാഷ്മി. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 8 വർഷം. ഒരു മിനിറ്റ് 9 കൊല്ലമായിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു കല്ലെടുത്ത് നോക്കാത്ത ആൾക്കാരാ. 9 കൊല്ലമായില്ലേ നിങ്ങൾ ഭരിക്കുന്നു? നിങ്ങൾ ഇവിടുത്തെ MLA അല്ലേ? നിങ്ങൾ ഈ ജില്ലയിലെ MLA അല്ലേ? 9 കൊല്ലമായി ആ മെഡിക്കൽ കോളേജിൽ എന്താ ചെയ്തത് ഒന്ന് പറഞ്ഞേ. 9 കൊല്ലമായി എന്നിട്ട് രേഖയായിട്ട് വന്നേക്കുന്നു ശങ്കരാടിയുടെ രേഖ. പദ്ധതി ഒരു മിനിറ്റ് പറയട്ടെ. കിഫ്ബി ഫണ്ട് എതിർത്തവരാണ്. അതിൽ വന്നിട്ടുള്ള വികസനം ഇദ്ദേഹം പറയാത്തതെന്താ? പൂർത്തീകരിക്കാതെ കിടക്കുന്നതിനെ കുറിച്ച് പറയാത്തതെന്താ? അതിലൊന്നാണ് ഞാൻ പറഞ്ഞ ടൗൺ ഹാളിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യണമെന്ന്. വികസനം ചർച്ച ചെയ്യൂ. MLA നേരത്തെ ചോദിച്ചു പാലക്കാട് ഇലക്ഷൻ അനിവാര്യമാണോന്ന്. അപ്പൊ ചേലക്കരയിലോ? ചേലക്കരയും അനിവാര്യമാണോ എന്ന സംബന്ധിച്ച് ഞാൻ പറയട്ടെ. ചേലക്കര നിലവിൽ നല്ലൊരു മന്ത്രിയായിരുന്നില്ലേ? ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ബാക്കിയാണ് നമുക്കറിയാം. നാളെ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ എന്നറിയാം. പക്ഷേ ഇതൊക്കെ പാലക്കാട് വോട്ടർമാരുടെ മനസ്സിലുണ്ട്. നാളെ അവസാന ദിവസം കൊട്ടിക്കലാശം വൈകുന്നേരം കൊട്ടിക്കയറും. അടർക്കര പൂർണ്ണമാവും.